അത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാം പ്രസംഗം ഒരു കേരള വിരുദ്ധ കേന്ദ്രത്തെ അനുകൂലിക്കുന്ന പ്രസംഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാർ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം അടക്കം സാർ നരസിംഹറാവുവിന് ഭാരത രത്നം കിട്ടിയതുപോലെ ഒരു ഭാരത രത്നമാണോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സാർ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് കുതിപ്പേകുന്ന ബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ്. സാർ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ഏതാണ്ട് 58,000 കോടിയോളം രൂപയാണ് നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുന്നത്. സാർ ഈ സാഹചര്യത്തിൽ പകച്ചു നിൽക്കുന്നൊരു ഗവൺമെൻറ് അല്ല കേരളത്തിലെ ഗവൺമെൻറ്. കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന നിലപാട് ശക്തമായി ഈ ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. സാർ 2020-21 സാമ്പത്തിക വർഷത്തിൽ 1.32 ലക്ഷം കോടി രൂപയായിരുന്ന തനത് നികുതി വരുമാനം 2022-2023 സാമ്പത്തിക വർഷത്തിൽ 1.59 ലക്ഷം കോടിയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. സാർ 5 വർഷം കൊണ്ട് തനത് വരുമാനം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സാർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യും കെട്ടി നോക്കിയിരുന്ന സർക്കാരല്ല കേരളത്തിലെ LDF സർക്കാർ. സാർ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്ത് ഈ ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നടത്തിയ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സാർ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകിയ സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. സാർ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഒരു വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. സാർ ഇവിടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ്. മലയോര ഹൈവേ അത് യാഥാർത്ഥ്യമാകുന്നു, പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. തീരദേശ പാത അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. സാർ ദേശീയ ജലപാത ഉൾപ്പെടെയുള്ള വൻ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സാർ ചെറുകിട വ്യവസായ മേഖലയിൽ 1,40,000-ലധികം സംരംഭങ്ങളാണ് ഈ കാലയളവിൽ നടത്തിക്കൊണ്ട് 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെൻറ് സൃഷ്ടിച്ചത്. സാർ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന് ശ്രീ രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് കേട്ടു. സാർ ഈ രാജ്യത്ത് തൊഴിൽ കൊടുക്കുന്ന ഏക സർക്കാർ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സാറ് ഏതാണ്ട് 2,30,000-ലധികം ആളുകൾക്കാണ് PSC വഴി നിയമനം നൽകിയത്. നിങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെൻറ് നൽകുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുണ്ടോ? രാജ്യത്താകെ നടത്തുന്ന നിയമനങ്ങളുടെ 40% നിയമനങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നുകൊണ്ടാണ് ഈ സർക്കാർ 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സാർ റബ്ബറിന്റെ വിലസ്ഥിരത ഫണ്ട് ഉയർത്താനുള്ള നടപടി ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. സാർ 250 രൂപയെങ്കിലും ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ കേന്ദ്ര സർക്കാർ സഹായിക്കണ്ടേ? നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നില്ലല്ലോ. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും 170-180 രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന കർഷകരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ, സാർ ഇത് നടപ്പാക്കിയത് ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. സാർ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചു ആ പങ്കാളിത്ത പെൻഷൻ മാറ്റിക്കൊണ്ട് നിയമപ്രകാരമുള്ള പെൻഷൻ സംവിധാനത്തെക്കുറിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുകയുണ്ട്. സാർ ടൂറിസം മേഖല ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുവാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള കശുവണ്ടി മേഖലയെയും തോട്ടം മേഖലയെയും ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഈ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നു. അതുമാത്രമല്ല, സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചത് LDF സർക്കാരാണ്. ഇപ്പോൾ കുടിശ്ശികയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ധനകാര്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു എന്താണ് കുടിശ്ശികയില്ലാതെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. സാർ അത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആകെ അഭിമാനകരമായിട്ടുള്ള പൊതുവിതരണ സംവിധാനം, നമ്മുടെ മാവേലി സ്റ്റോറുകൾ സ്ഥാപിച്ചുകൊണ്ട് പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തി
വില നിലവാരം ഫലപ്രദമായി പിടിച്ചു നിർത്തിയ സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സാർ, ആ പൊതുവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ കൂടുതൽ പണം നൽകിക്കൊണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സഹായിക്കുന്നതിനുള്ള നടപടികൾ കേരള ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ധനകാര്യമന്ത്രിയോട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സാർ, നമ്മുടെ വന്യജീവി മനുഷ്യ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്നും നമുക്കറിയാം, ഗൗരവമായി നമ്മുടെ സഭയിലേക്ക് വന്ന വിഷയമാണ്. അതിന് കൂടുതൽ പണം അനുവദിച്ചുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സാർ, കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണന പലതവണ സംസ്ഥാനം ആവശ്യപ്പെട്ടു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. പ്രതിപക്ഷത്തെ പലതവണ നമ്മൾ ക്ഷണിച്ചു. എംപിമാരുടെ യോഗം കൂടിയ അവസരത്തിൽ ഒരുമിച്ച് നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞ് സമ്മതിച്ചു പോയ നിങ്ങളുടെ എംപിമാർ പിന്നെ മുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാർ, നിങ്ങളെ സമരത്തിന് വേണ്ടി ക്ഷണിച്ചു, നിങ്ങൾ വന്നില്ല. നിങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവേചന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ കേരളം സമരത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാട് സ്വീകരിച്ചു. നിങ്ങൾ കേരളം നടത്തുന്ന സമരത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇത് സമരമാണോ സെമിനാറാണോ എന്ന് നിങ്ങൾ പറഞ്ഞവരാണ് നിങ്ങൾ. പക്ഷേ അവിടെ ഒരു സമരം, ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ഒരു സമരം നടത്തുന്നതിന് മുമ്പ് ഒരു സമരം അവിടെ കണ്ടു. അത് ആരുടെ സമരമാണ്? കർണാടകത്തിന്റെ സമരം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം നടത്തിയ സമരം എന്ന് ഞങ്ങൾ സമരമെന്ന് പറയുന്നു. പക്ഷേ ആ സമരത്തെ സെമിനാർ ആണ് എന്ന് നിങ്ങൾ പറയുമോ? അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? സാർ, കേരളം നടത്തിയ അത്യുജ്വലമായിട്ടുള്ള സമരം, സാർ, ഇത് കേവലം ഒരു കേന്ദ്രവിരുദ്ധ സമരം എന്നുള്ള തരത്തിൽ ഇതിനെ കാണാൻ കഴിയില്ല. സാർ, കേരളം ഉയർത്തിയത് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. സാർ, കേരളത്തിന്റെ ഫെഡറൽ സംവിധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. സാർ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ അണിനിരന്ന ഒരു സമരമായി അത് മാറുകയുണ്ടായി. സാർ, രാജ്യത്തെയും ലോകത്തെയും മാധ്യമങ്ങൾ ആ സമരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചേരുകയുണ്ടായി. സാർ, രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുവാൻ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതരത്വത്തിനെതിരായിട്ടുള്ള, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള, ഫെഡറലിസം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു കൊടുങ്കാറ്റായി ഈ സർക്കാർ നടത്തിയ സമരം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, ഒരുപക്ഷെ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഒരു BJP വിരുദ്ധ ഇന്ത്യ മുന്നണി എന്ന ആശയത്തിന് ശക്തി പകർന്ന ഒരു പോരാട്ടമായി കേരളം നടത്തിയ സമരം മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാർ, നവകേരള സദസ്സിനെ നിങ്ങൾ എതിർത്തവരാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ നവകേരള സദസ്സിനെ നെഞ്ചിലേറ്റുകയുണ്ടായി. സാർ, നിങ്ങൾ കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളത്തിൻ്റെ സമരത്തെ എതിർത്തു. പക്ഷേ കേരളം നടത്തിയ സമരത്തെ രാജ്യം നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സാർ, ഇവിടെ നിങ്ങളുടെ AICCയുടെ പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജുന ഖാർഗെ എന്താണ് പറഞ്ഞത്? കേന്ദ്രം ഇറക്കിയ ധവളപത്രത്തിന് ബദലായി അദ്ദേഹം ഇറക്കിയ ബ്ലാക്ക് പേപ്പറിൽ പറയുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിച്ചു എന്നുള്ളതാണ്. അത് പറയാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നാവ് പൊങ്ങുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ്. സാർ, ഇവിടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM.A. സലാം എന്താണ് പറഞ്ഞത്? കേന്ദ്രത്തിനെതിരായിട്ടുള്ള കേരളത്തിന്റെ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ സമരത്തെ പിന്തുണച്ചു നിങ്ങൾ. കേരള ഗവൺമെന്റ് നടത്തിയ സമരത്തെ നിങ്ങൾ പിന്തുണച്ചു. അത് പരസ്യമായി നിങ്ങൾ നിയമസഭയിൽ പറയാൻ തയ്യാറുണ്ടോ? സാർ, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ മുഴുവൻ ജനങ്ങളും പ്രതിഷേധിക്കുന്നു എന്നാണ് നിങ്ങളുടെ നേതാവായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ ഇവിടെ പറയാൻ തയ്യാറുണ്ടോ? ഈ കോൺഗ്രസ്സുകാരോട് മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾ തയ്യാറാണോ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സാർ, ഇവിടെ ഇപ്പോൾ ഒരു ജാഥ നടക്കുന്നു. സാധാരണ ജാഥ അതിന് ഒരു ക്യാപ്റ്റനായിരിക്കും ഉണ്ടാവുക. ഇത് 2 പേരാണ്. ഒന്ന് KPCC പ്രസിഡന്റ്, മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ്. സാർ, എന്തിനു വേണ്ടിയാണ് ഈ ജാഥ നടത്തുന്നത്? എന്താണ് അതിൻ്റെ മുദ്രാവാക്യം? സാർ, ഒരുമിച്ചൊരു പത്രസമ്മേളനം നടത്താൻ പോലും കഴിയാത്ത പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമാണ് ഇപ്പോൾ ഒരുമിച്ച് ജാഥ നയിക്കുന്നത്. KPCC പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തും. അപ്പോൾ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് പറയും അദ്ദേഹം പറഞ്ഞത് തമാശയാണ്. സാർ, ഇത്രയധികം തമാശ പറയുന്ന ഒരു KPCC പ്രസിഡന്റാണോ ഈ കേരളത്തിൽ കോൺഗ്രസിനുള്ളത്? സാർ, ഇത്
ഈ സമരം നിങ്ങൾ നടത്തുന്ന ഈ സമരം ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാർ, നമ്മുടെ രാജ്യം വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗുരുതരമായ സാഹചര്യം BJP രാജ്യത്ത് സൃഷ്ടിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു മുന്നേറ്റം രാജ്യത്ത് ജനങ്ങൾ കാക്ഷിക്കുന്നത് അനിവാര്യമാണ്. അതിന് ഒരു വഴിയൊരുക്കേണ്ട പാർട്ടികളൊന്നാണ് കോൺഗ്രസ്. ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ മധ്യപ്രദേശിലടക്കം 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി എന്ന സങ്കല്പത്തെ അട്ടിമറിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. നിങ്ങൾ BJPയെ വെല്ലുവിളിക്കുന്നു, എതിർക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വെല്ലുവിളിക്കുന്ന നിങ്ങളുടെ നേതാക്കന്മാർ BJPയുടെ നേതാക്കന്മാരുടെ മുമ്പിൽ മുട്ടിലിഴയുന്ന കാഴ്ചയാണ് രാജ്യത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഒന്നൊന്നായി BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ എണ്ണം പറയാൻ കോൺഗ്രസുകാർക്ക് പോലും കഴിയാത്ത അവസ്ഥയാണ്. മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നാളെ കേരളത്തിൽ നിന്ന് എത്ര കോൺഗ്രസുകാർ BJPയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. പലരും ചിരിക്കുന്നു. കാരണം ഇവിടെ BJP അനുകൂല പ്രസ്താവന നടത്തുന്ന, LDFനെതിരായി പ്രസ്താവന നടത്തുന്ന നിങ്ങളുടെ മോഹം എന്ന് പറയുന്നത് BJP എന്ന ലാവണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നിലപാട് നിങ്ങൾ തിരുത്തണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ശക്തമായി പിന്തുണച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.